സത്യമാണോ പക്ഷേ കണ്ടോടി ഞാൻ പറഞ്ഞില്ല എന്റെ മോൻ റാങ്ക് പഠിക്കുന്നത്. അച്ഛന്റെ മോന് അച്ഛൻ എന്റെ സമ്മാനം തരണ്ടേ? അച്ഛൻ അത് എന്റെ ബൈക്ക് വാങ്ങി തരും. എന്റെ എല്ലാം കൂടെ ബൈക്ക് ഞാൻ മോന് ബൈക്കല്ല ഫ്ലൈറ്റ് വാങ്ങി തരും. അച്ഛനെ വെക്കണേ കൂട്ടുകാരെട്ടോ പാർക്കിലോ കറങ്ങിക്കോ നീ ആഘോഷിക്കണം മോനെ. താങ്ക് യു അച്ഛാ. ഹലോ ഹലോ ആ ഫോൺ എടുത്തത് ഞാനാ. അവൻ ബൈക്കിൽ കയറിയത് മുതൽ ഞാനുണ്ടായിരുന്നു അവന്റെ പിന്നിലത്തെ സീറ്റിൽ ഇങ്ങനെ കെട്ടിപ്പിടിച്ച്. ആ ഇന്ന് രസം, ഇന്ന് ടൗൺ മുഴുവൻ കറങ്ങണം, എല്ലാ വണ്ടികളും ഓവർടേക്ക് ചെയ്യണം. അതൊരു ടൂറിസ്റ്റ് ബസ് അല്ലേ, അതിനെ ഓവർടേക്ക് ചെയ്യണം. നിങ്ങളടുത്ത് വാ, എന്റെ കൈ പിടിക്കും. എനിക്കെങ്ങനെയാ ഈ ശൂന്യതയിൽ ഒഴുകാൻ പറ്റുന്നത്? ഇതെന്തൊരു അത്ഭുതമാ. ശൂന്യതയിലേക്ക് ലയിക്കേണ്ട നിമിഷങ്ങളിലേക്കുള്ള യാത്രയിലാണ് നാം. വിവേകിന്റെ അച്ഛനല്ലേ വികാരങ്ങൾ കഴിവപ്പെടാതെ മനസ്സ് പത്രാതെ കേൾക്കുന്നത്. ഈ പ്രതീക്ഷയ്ക്ക് ഒട്ടും തന്നെ സാധ്യതയില്ല. മസ്തിഷ്കം സമ്മതിച്ചു. അയ്യോ എന്റെ മോനെ, എന്റെ മോനെ, ഞാനിതെങ്ങനെ സഹിക്കും ഡോക്ടർ? നീ വിളിക്കാതെ മനുഷ്യ, എല്ലാ ജീവനും ഒരവസാനമുണ്ട്. നിങ്ങൾ എന്നെ വെല്ലുവിളിച്ചില്ലേ, ഇപ്പോൾ വിവേകിനോട് നിങ്ങൾക്ക് അത്രയ്ക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അവന് മണ്ണിലോ അഗ്നിക്കോ വിട്ടുകൊടുക്കരുത്. അവൻ ജീവിക്കട്ടെ, നിങ്ങൾ വിചാരിച്ചാൽ അതിന് സാധിക്കും. എങ്ങനെയാ ഡോക്ടർ? അവയവദാനത്തിലൂടെ വിവേകിന്റെ കണ്ണും കരളും ഹൃദയവുമെല്ലാം മരണത്തിലേക്ക് നീങ്ങുന്ന രോഗികൾക്ക് ദാനം ചെയ്യൂ. അവരിലൂടെ നിങ്ങളുടെ മകൻ ജീവിക്കും, നിങ്ങളുടെ മകനിലൂടെ അവരും. നിങ്ങൾ അതിന് സമ്മതിക്കരുത്. നിങ്ങളുടെ ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ നിങ്ങൾക്കത് സഹിക്കാനാകുമോ? കണ്ടുപോയി ചിരിയെടുക്ക്. കരിച്ച് ഒരു പിടിച്ചാരമാക്കുന്ന ചിതയിലേക്ക് നീയായി ഞാൻ കാത്തിരിക്കുകയാണ്. മണ്ണിൽ പറ്റിയ മനുഷ്യ മാംസത്തിന്റെ രുചി ഇത് ഞങ്ങൾ പുഴുക്കളുടെ ഇഷ്ടപ്പെട്ട ഭക്ഷണമാണ്. ഇല്ല, എനിക്കെന്റെ മകനെ നീ കയ്യിൽ നിന്ന് രക്ഷിക്കണം. അവൻ ജീവിക്കണം. എന്റെ പ്രിയപ്പെട്ട മകൻ മറ്റുള്ളവരിലൂടെ ജീവിക്കുന്നത് എനിക്ക് കാണണം. ഇപ്പൊ ഞാനും എന്റെ മകനും നിന്നെ മരണത്തെ ജയിച്ചിരിക്കുന്നു. എനിക്ക് സമ്മതമാണ് ഡോക്ടർ. അവയവദാനത്തിന് എനിക്ക് സമ്മതമാണ്. പ്രിയമുള്ളവരെ, ഏറ്റവും മനുഷ്യ സ്നേഹവും ത്യാഗപൂർണവുമായ ദാനം അവയവദാനം. സ്നേഹത്തിന്റെ ആ കൈനീട്ടത്തിന് അതിരുകളില്ല. മനുഷ്യ സ്നേഹത്തിന്റെ തുടുപ്പുകൾ ഹൃദയത്തിൽ നിറച്ചുകൊണ്ട് വിട. നന്ദി, നമസ്കാരം.